ഓരോ ചെറിയ സ്ട്രീറ്റുകൾ മൊത്തം ഫുഡിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇറ്റലിയിലെ റോമിൽ നിന്നും നല്ലൊരു ലോക്കൽ ഫുഡുകളൊക്കെ കിട്ടുന്ന ഒരു സ്ട്രീറ്റിലാണ് നമ്മളുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും പുറത്ത് നിറയെ ടേബിളുകളൊക്കെ ഇട്ട് ആളുകൾ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന കാഴ്ച. ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടേക്കുന്നത് വിയറ്റ്നാമിലുണ്ട്, റോട്ടിലിരുന്ന് കഴിക്കുന്ന കാഴ്ച. പക്ഷെ അത് ഈ സെറ്റപ്പ് അല്ല, കുറച്ചും കൂടിയും ലോക്കൽ സെറ്റപ്പിലായിരുന്നു. ഇവിടെ നല്ല ബീഫ് ഐറ്റംസൊക്കെ കിട്ടുന്ന നല്ലൊരു ഷോപ്പ്. നമ്മുടെ നാട്ടിലെ പോലെ ഇറച്ചിക്കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കണമെന്നില്ല കേട്ടോ, എല്ലാം ഫ്രോസറാണ്. ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് എടുത്ത് അവർ കുക്ക് ചെയ്ത് തരും. ചീസാണ് വെച്ചേക്കണത്. ഞാനത് വിചാരിച്ചൊരു പാത്രം വെച്ചേക്കണത്, ഇത് ചീസാണ് വെച്ചേക്കണത്. ഓരോ ചെറിയ സ്ട്രീറ്റുകൾ മൊത്തം ഫുഡിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ. കണ്ടില്ല, ഇപ്പൊ നമ്മളിത് പോകുമ്പോൾ ഓരോ സ്ട്രീറ്റുകളിൽ മൊത്തം വൈകുന്നേരങ്ങളാവുമ്പോൾ ടേബിള് മറ്റൊക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. പക്ഷെ വളരെ ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്.
പോയാ അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. കുറേ ദിവസമായി നമ്മുടെ നാട് വിട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കൊതി, പിസയും പാസ്റ്റൊക്കെ കഴിച്ച് മതിയായി. അപ്പോൾ അതൊരു ചെറിയൊരു കൊതി, കുറച്ച് എരിവും പൊടിയൊക്കെ കഴിക്കുന്നത്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാം കേട്ടോ. അപ്പോൾ നല്ല മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്ത പ്രകാരം മട്ടൻ ബിരിയാണി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തന്തൂര്, അതുപോലെ നല്ല നാൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. മതി ഓക്കെ ആയിക്കോട്ടെ, വിളിക്കും. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ മനസ്സമാധാനമാണ്. നമ്മുടെ നാടിൻ്റെ മണമൊക്കെ വരും, മസാല മണമൊക്കെ അതാണ്. ഓക്കെ. അപ്പോൾ ഇറ്റലിയിലൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് റോമിലൊക്കെ വരുമ്പോൾ ഭക്ഷണ കാര്യത്തിനൊന്നും ടെൻഷൻ വേണ്ട. ഇന്ത്യൻ ടേസ്റ്റിലുള്ള ഫുഡുകൾ കിട്ടും. ചായ ആയിരുന്നാലും എല്ലാ സംഭവങ്ങളും കിട്ടും. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. റോമിൻ്റെ ഭംഗി കണ്ട് റോമിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രുചി വൈവിധ്യങ്ങളൊക്കെ ആസ്വദിച്ച്, അതായത് ഇറ്റാലിയൻ ഫുഡും ഇന്ത്യൻ ഫുഡും പിന്നെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകാം. ഭക്ഷണകാര്യം മേടിച്ചിട്ട് ആരും വരാതിരിക്കണ്ട, അതാണ്. അങ്ങനെ ഇന്നത്തെ റോം ചുറ്റിക്കാണലെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. വരുന്ന വഴിക്ക് ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തോന്നിയ പ്രകാരമാണ് നമ്മളവിടെ കയറി കഴിച്ചത്. മട്ടൻ ബിരിയാണി, തന്തൂരി ചിക്കൻ, അതുപോലെ തന്നെ നാൻ, ദാല്, സുലൈമാനി എല്ലാം നല്ലതായിരുന്നു. ഗാന്ധി 2 എന്നാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഹലാൽ ഫുഡാണ്, ജെയിൻ ഫുഡ് അവൈലബിൾ ആണ്. പിന്നെ പക്ക നോർത്ത് ഇന്ത്യൻ, ബീഫ് ഐറ്റംസ് ഒന്നുമില്ല, ചിക്കനും മട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ റെക്കമെൻഡബിൾ ആണ് ഇവിടെ ഗാന്ധി 2. ഓക്കെ. പിന്നെ ഗാന്ധി 3, 1, 4 ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിതിപ്പോൾ 2ലാണ് കഴിച്ചത്. പിന്നെ ഈ ബസ് പിടിച്ച് റൂമിലേക്ക് പോകണം. തൽക്കാലം ഈ വീഡിയോയോട് നിർത്തുന്നു. നൈവാ, തൽക്കാലം ഈ വീഡിയോയോട് നിർത്തുന്നു. അപ്പോൾ ഇന്ന് പരമാവധി കറങ്ങി കണ്ട് ഒരുപാട് കാഴ്ചകൾ പറഞ്ഞിട്ടുണ്ട്. നൈം, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരെന്താ, ഇനി കുറച്ച് എക്സൈറ്റിംഗ് ഇതാണ് വരാനുള്ളത്. അതായത് ഇറ്റലിയിൽ അങ്ങനെ ആരും ടൂറിസ്റ്റ് ആയിട്ട് പോകാത്ത അതാണ് ഇനി അങ്ങോട്ടേക്കാണ് നമ്മൾ നെക്സ്റ്റ് ജേർണി. ഇറ്റലിയിൽ ടൂറിസ്റ്റ് ആയിട്ട് അധികം ആൾക്കാർ പോകാത്ത സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും നെയ്മും കൂടി പോവുകയാണ്. രാവിലെ 6 മണിക്കാണ് ട്രെയിൻ. ആ ട്രെയിനിൽ കയറി നമ്മളിപ്പോൾ 6 മണി 6:15 അപ്പോൾ അതിന് പോകും. അപ്പോൾ ഇപ്പോൾ സമയം എത്രയായി? 11 മണിയായി. ഇപ്പോൾ സമയം 11 മണിയായി. ഇനിയും ബസ്സിൽ കയറിയിട്ട് വേണം റൂമിലെത്താൻ വേണ്ടിയിട്ട്. നൈമിന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, 1 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാവിലെ ഒന്നിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇറ്റലിയുടെ അധികം ആരും യാത്ര ചെയ്യാത്ത സ്ഥലത്തേക്കുള്ള കാഴ്ചകളാണ്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും ഇറ്റലിയിലെ റോമിൽ നിന്നും ഞാനും നൈമും ബൈ.